السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈജിപ്തിലുള്ള ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുവാനും ശേഷം ആ രാജ്യത്തേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുവാനും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംഭരിക്കുവാനുമൊക്കെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സഹോദരങ്ങൾ, വ്യത്യസ്തരായ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്റെ സഹോദരങ്ങളും അറിയാതെ അവിടേക്ക് എത്തിപ്പെട്ടതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന് തന്റെ സഹോദരനായ ബിന്യാമീൻ എന്ന് പറയുന്ന ആ സഹോദരനെയും കൂടെ നിർത്തുവാൻ വേണ്ടി ചില പ്രത്യേകമായ മുന്നൊരുക്കങ്ങൾ അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമിന് തോന്നിപ്പിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സഹോദരന്റെ ആ ഭാണ്ഡത്തിനകത്ത് ഈ അളവ് മാത്രം രഹസ്യമായി വെച്ചുവെന്നും പിന്നീട് ഇതാ നിങ്ങൾ മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു വരികയും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുകയും അതിന്റെ ശേഷം മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അല്ല നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്താണ് എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ആരാണോ മോഷണം നടത്തിയതെങ്കിൽ അയാളെ നിങ്ങൾക്ക് ഇവിടെ വെക്കാം, പിടിച്ചു വെക്കാം എന്ന് പറയുന്ന ആ പ്രത്യേകമായ മറുപടി അവരിൽ നിന്ന് തന്നെ ലഭ്യമാവുകയും ചെയ്തത് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ചരിത്രം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവരും വരാത്തവരൊക്കെ ഉണ്ടാകും, അതുകൊണ്ടാണ് അല്പം ആമുഖമായി അത് സൂചിപ്പിച്ചത്. അള്ളാഹു പറയാണ്, അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം കാണാതായിട്ടുള്ള ആ പാനപാത്രത്തിന്റെ അന്വേഷണാർത്ഥം അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടേതായ യാത്രാ സാധനങ്ങൾ പരിശോധിക്കാൻ ആരംഭിക്കുകയാണ്. മറ്റു സഹോദരങ്ങളുടെ പാത്രങ്ങളും അതുപോലെ തന്നെ ഭാണ്ഡങ്ങളുമാണ് ആദ്യമായി യൂസുഫ് അലൈഹിസ്സലാം പരിശോധിക്കാൻ ആരംഭിച്ചത്. നമുക്കറിയാം അതിന്റെ പിന്നിലടങ്ങിയിട്ടുള്ള രഹസ്യം. ആദ്യം തന്നെ സഹോദരനായ ബിന്യാമീനിന്റെ യാത്രാ ഒരുക്കങ്ങളോ അതല്ലെങ്കിൽ
ആ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷ്യധാന്യം നിറക്കുവാനുള്ള ചാക്കോ അല്ലെങ്കിൽ സഞ്ചിയോ ആദ്യം തന്നെ അത് തുറന്ന് പരിശോധിക്കാൻ മെനക്കെട്ടാൽ ആളുകൾക്ക് തോന്നും ഇതെന്തോ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റു സഹോദരന്മാരുടെ സഞ്ചികളാണ് തുറന്ന് ആദ്യ പരിശോധനയ്ക്ക് വേണ്ടി യൂസുഫ് അലൈഹിസ്സലാം ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. അതാണ് തന്റെ സഹോദരനായ ബിന്യാമീനിന്റെ സഞ്ചി തുറക്കുന്നതിന്റെ മുമ്പേ മറ്റു സഹോദരങ്ങളുടെ സഞ്ചികൾ തുറന്ന് പരിശോധന ആരംഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോന്നും തുറന്നു നോക്കി, അതിലില്ല പാനപാത്രം. രണ്ടാമത്തെ തുറന്നു നോക്കി, അതിലില്ല. അങ്ങനെ അങ്ങനെ അവസാനമാണ് ബിന്യാമീനിന്റെ സഞ്ചി തുറന്നു നോക്കുന്നത്. അപ്പോൾ ആ തന്റെ സഹോദരന്റെ സഞ്ചിയിൽ നിന്ന് ആ അളവ് മാത്രം പുറത്തേക്കെടുത്തു. അതിനെപ്പറ്റി അല്ലാഹ് പറയാണ്, കദാലിക കിദ്നാ യൂസുഫ, ഇപ്രകാരം യൂസുഫിന് വേണ്ടി നാം തന്ത്രം പ്രയോഗിച്ചു. കാരണം അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ആ സഹോദരനെ ഇവിടെ പിടിച്ചു വെക്കാൻ വേറെ ന്യായങ്ങളൊന്നുമില്ല. ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ നിയമ നടപടിക്രമത്തിൽ തന്റെ സഹോദരനെ ഇവിടെ പിടിച്ചു വെക്കാൻ വേറെ ന്യായങ്ങളൊന്നുമില്ല. ഇല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ. അതുകൊണ്ടാണ് റബ്ബ് ഇങ്ങനെ ഒരു തീരുമാനം യൂസുഫ് അലൈഹിസ്സലാമിന്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. അവരും പറഞ്ഞല്ലോ, നിങ്ങൾ മോഷണം നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നടത്തിയെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ, എന്താണ് പ്രതിഫലം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ തന്നെ നാവ് കൊണ്ട് പറയിക്കപ്പെടുകയും ചെയ്തു, ആരിൽ നിന്നാണോ മോഷണം തെളിയിക്കപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ പിടിച്ചു വെക്കാം. അതവരെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു കൊടുത്ത ആ തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യൂസുഫ് അലൈഹിസ്സലാം അങ്ങനെ തന്നെ ചെയ്തു. സഹോദരനെ പിടിച്ചു വെക്കാനുള്ള ആ സംവിധാനം, നർഫഉ ദറജാതിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരുടെ പദവികളെ നാം ഉയർത്തിക്കൊടുക്കുന്നു. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ അറിവുള്ളവരുടെയും മുകളിൽ അറിവുള്ള ഒരുവനുണ്ട്. ഏത് അറിവുള്ളവന്റെയും മേലെ അറിവുള്ളവനാഥനായ റബ്ബുണ്ട്. അള്ളാഹുവിന്റെ ആ അറിവും അവന്റെ ആ തീരുമാനവും അവൻ ചെയ്തിട്ടുള്ള പ്രത്യേകമായ ആ ഒരു തന്ത്രവുമാണ് ഇവിടെ യൂസുഫിന് സഹോദരനെ പിടിച്ചുവെക്കാൻ നിമിത്തമായത്. അല്ലെങ്കിൽ 11 ആളുകൾ വന്നിട്ട് അവരെല്ലാവരും തിരിച്ചു പോകുമ്പോ ഒരാളെ പിടിച്ചുവെക്കാൻ ന്യായമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത ആ ഒരു പ്രത്യേകമായ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മഹാനവറുകൾ അങ്ങനെ ചെയ്തത്. ശരി, ഏതായാലും ഇപ്പോ മോഷണം നടന്നു, അതല്ലെങ്കിൽ കാണാതായ പാനപാത്രം, അളവുപാത്രം ബിന്യാമീനിന്റെ സഞ്ചിയിൽ നിന്ന് ലഭിച്ചു എന്നത് ശരിയാണല്ലോ. അപ്പൊ അവർക്ക് ജാള്യതയായി, അവർക്ക് മനസ്സിലായി ഇത് ശരിയാണ്. ഉടനെ അവരെന്താ ചെയ്യുന്നതെന്നറിയോ? ഞങ്ങളൊക്കെ ശുദ്ധരാണ് എന്ന് പറയാൻ പഴയകാല യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുള്ള ആ പകയും വിദ്വേഷവും ഒക്കെ വീണ്ടും പുറത്തെടുക്കുകയാണ്. വീണ്ടും അത് തന്നെ പുറത്തെടുക്കുകയാണ്. ഖാലൂ ഇൻ യസ്രിഖ ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ, അവർ യൂസുഫിനോടാ പറയുന്നത്, ഇൻ യസ്രിഖ്, ഇവൻ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇവൻ മോഷണം നടത്തിയവനാണെങ്കിൽ അത് അവന്റെ പാരമ്പര്യമാണ്. ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ, അവന്റെ ഉമ്മയൊത്ത ഒരു സഹോദരൻ മുമ്പും മോഷണം നടത്തിയവനാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്. പറയുന്നത് ആരോടാ? യൂസുഫ് അലൈഹിസ്സലാമിനോട് തന്നെ. ഇവന്റെ പാരമ്പര്യാണത്. ഞങ്ങളുടെയൊക്കെ ഉമ്മ വേറെ ഉമ്മാരാണ്, ഇവര് രണ്ടാളും ഒരു ഉമ്മാക്കും ബാപ്പുമ്മയും, ഞങ്ങളൊക്കെ വേറെ ഉമ്മയിലുള്ളവരും ഇവർ വേറൊരു ഉമ്മയിലുള്ള 2 മക്കളാണ്. ഞങ്ങളൊക്കെ ശുദ്ധന്മാരെ, ഞങ്ങൾക്ക് ആ പരിപാടിയില്ല, ഞങ്ങൾ മോഷണം നടത്താറില്ല, ഞങ്ങൾ അങ്ങനെ കുഴപ്പക്കാരല്ല. അതേ അവസരത്തിൽ ഇവൻ മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണോ എങ്കിൽ അതിൽ ഞങ്ങൾക്ക് പുതുമയൊന്നുമില്ല. ഇവന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അയാളും മോഷണം നടത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വരുന്നൊരു വിഷമം എത്രയായിരിക്കും. മനുഷ്യനൊരാളോട് അസൂയ വന്നു കഴിഞ്ഞാൽ അത് കാലാകാലം നിലനിൽക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണിത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഒരാളോടൊരു അസൂയ ഉണ്ടെങ്കിൽ ആ അസൂയ കുറെ കാലം കഴിഞ്ഞാൽ പിന്നെയും പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. അതാണ്
അത് വളരെ കൃത്യമായി ഇതിൽ നിന്ന് വളരെ പ്രകടവുമാണ്. അതാണ് ഇത് വിശദീകരിച്ചപ്പോൾ ഒരു കവി പറഞ്ഞു, ഐനുൽ ഹസൂദി അലൈക ദഹ്റു ഹാരിസതൻ തുബ്ദിൽ മസാവിയ വൽ ഇഹ്സാന തുഖ്ഫീഹി ഇൽഖാക ബിൽ ബിശ്രി യുബ്ദീഹി മുകാശറതൻ വൽ ഖൽബു മുൽതഗിനുൻ ഫീഹി അല്ലദീ ഫീഹി. ഒരു അസൂയാലുവിന്റെ കണ്ണ് നിന്റെ നേരെ എന്നുണ്ടാകുന്നു, അതിങ്ങനെ തക്കം വാർത്ത് നടക്കുന്നു. നിന്നോടൊരാൾക്ക് അസൂയയുണ്ടോ, അയാൾ ഒരിക്കലത് പ്രകടിപ്പിച്ചത് മതിയാക്കുന്നൊന്നും വിചാരിക്കേണ്ടതില്ല. പിന്നെയും എന്തെങ്കിലും ചാൻസ് ഒത്താൽ നിന്റെ പേരിൽ ആരോപണങ്ങൾ പറയാനും ആ വകയും വിദ്വേഷവും അസൂയയൊക്കെ പുറത്തു കെടുക്കും. തുബ്ദിൽ മസാവിയ, അവന്റെ തിന്മകളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരും. എന്നാലോ നിന്നിലുള്ള നന്മകൾ അവൻ പറയൂല. എന്തെങ്കിലും ഒരു ഫാൾട്ട് നിന്നിലുണ്ടെങ്കിൽ ഉടനെ അസൂയാലു ചാടി വീണിട്ട് അത് പർവ്വതീകരിച്ചു പറയും. എന്നാൽ നിന്നിലുള്ള നന്മകളോ മിണ്ടൂലാതവൻ മൂടിവെക്കും. അതെല്ലാ അസൂയാലുക്കളുടെയും എക്കാലത്തുമുള്ള ഒരു സ്വഭാവമാണ്. എന്നാലോ ഈ അസൂയാലു നിന്നെ കണ്ടാലോ ആ അസൂയ അങ്ങനെയാണ് പ്രകടിപ്പിക്കൊന്നുമില്ല. നിനക്ക് മനസ്സിലാകാൻ പലപ്പോഴും കഴിയില്ല. അവൻ നിന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നു. ആ ചിരി വാസ്തവത്തിൽ ചിരിയല്ല, അവന്റെ ഉള്ളിൽ ഒരു ഇളിയാണത്. മുക്കാശറയാണ്, ഒരു ചിരിയല്ല, അതിനെ സ്നേഹിച്ച് ചിരിക്കുന്നതല്ല. വൽ ഖൽബു മുൽതഗിനുൻ ഫീഹി അല്ലദീ ഫീഹി, അവന്റെ ഹൃദയത്തിൽ ആ പതഞ്ഞു പൊങ്ങുന്ന രോഷവും ആ പകയുമൊക്കെ അവിടെ തന്നെ ഇങ്ങനെ സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട്. അവസരം കിട്ടിയാൽ നിന്നെ കൊത്തും, അവസരം കിട്ടിയാൽ നിന്നെ പറ്റി പോരാത്തത് പറയും. അത് എല്ലാ കാലത്തുമുള്ള അസൂയാലുക്കളുടെ ഒരു പ്രകൃതമാണ് എന്ന് ഒരു കവി പറയാണ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എന്തോ ചെയ്തതാണ്. ഇപ്പോഴും ആ പക പോയിട്ടില്ല. ഒരു ചാൻസ് വീണ് കിട്ടിയപ്പോ, അല്ലെങ്കിൽ ഇപ്പൊ അത് പറയേണ്ട കാര്യമുണ്ടോ? ഇവൻ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവന്റെ പാരമ്പര്യമാണ്. ഇവന്റെ ഒരു സഹോദരൻ ഇക്കാക്കുണ്ടായിരുന്നു മുമ്പ്, അയാളും മോഷണം നടത്തി പരിചയമുള്ള ആളാണ്. എന്തെങ്കിലും പറയണ്ടേ? അപ്പോഴും ആ രോഷം പുറത്തേക്കെടുത്ത് പറയാണ്. അത് കേട്ടപ്പോ ഫഅസറഹാ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും, യൂസുഫ് അലൈഹിസ്സലാം അത് മനസ്സിൽ ഒതുക്കി പിടിച്ചു. അൻതും ശർറും മകാന, നിങ്ങളുടെ നിലപാട് വളരെ മോശം തന്നെ. എത്ര ദുഷിച്ച മനസ്സാണ് ഇപ്പോഴും എപ്പോഴും വളരെ മോശമായ നിലപാടിലാണല്ലോ നിങ്ങൾ ഉള്ളത് എന്ന് അവര് കേൾക്കാതെ സ്വയം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ, നിങ്ങൾ വർണ്ണിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അല്ലാഹു ആണ് ഏറ്റവും അറിവുള്ളവൻ. നിങ്ങൾ എന്തു പറഞ്ഞാലും വിരോധമില്ല, റബ്ബിനറിയാമല്ലോ. എന്നാലും നിങ്ങളുടെ മനസ്സ് വല്ലാതെ ആ മോശമായ നിലപാടിൽ തന്നെയാണല്ലോ ഇപ്പോഴുമുള്ളത്. ഒന്നും അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതെ മനസ്സിൽ മാത്രം പറഞ്ഞ് അപാരമായി യൂസുഫ് അലൈഹിസ്സലാം സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. മുമ്പ് കാലത്ത് കാണിച്ച ക്രൂരതകളൊക്കെ നിലനിൽക്കെ തന്നെ ഇപ്പോൾ തന്റെ പേരിൽ ഈ സഹോദരന്മാരെ മോഷണ കുറ്റവും കൂടി ചാർത്തിയിരിക്കുന്നു. എന്നിട്ടും മഹാനവറുകൾ ക്ഷമ കൈവിടാതെ, സഹനം കൈവിടാതെ ആ നിലക്ക് വളരെ ക്ഷമയോടെ അവരുടെ മുന്നിൽ ഇടപെടുന്നു. ഇതുപോലെയുള്ള സഹനമാണ് മഹാനവറുകളെ ഈ നിലയിൽ എത്തിച്ചതും. ഓരോ ഘട്ടങ്ങളിലും ഇതുപോലെ പലതും കഴിഞ്ഞല്ലോ. അപ്പോഴൊക്കെ സഹിച്ച പാരമ്പര്യമുണ്ട്, സഹിച്ചിട്ടുണ്ട്, ക്ഷമിച്ചിട്ടുണ്ട്. അത് തന്നെയാ മഹാനവറുകളെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചതും. ശരി, അപ്പൊ അവർക്ക് കാര്യം ബോധ്യമായല്ലോ. അപ്പൊ ഈ വിചാരിക്കാത്ത സഹോദരൻ ഈ ബിന്യാമീനെയാണ് പിടിച്ചു വെക്കുക എന്ന് ഉറപ്പായി. അതൊരിക്കലും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം ബാപ്പയോട് എന്തും പറഞ്ഞിട്ടാ രണ്ടാമത് പിന്നെയും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടൂല, ഒരാളുടെ അളവ് കുറഞ്ഞു പോകും, അതുകൊണ്ട് എന്തായാലും സഹോദരനെ കൂട്ടിച്ചെല്ലണം, ആളെ എണ്ണം കൊടുക്കണം, എന്നാലേ നമ്മുടെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ ഉതകൂ എന്നൊക്കെ പറഞ്ഞ് യഖൂബ് അലൈഹിസ്സലാമിന് മനസ്സോട് പറഞ്ഞയച്ചതാ. ആ ആളെ തന്നെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാലോ അതവർക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് അവർ യൂസുഫ് അലൈഹിസ്സലാമിനോട് ഒരു അപേക്ഷ പറയാണ്. قالوا يا أيها العزيز إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين
ഖാല മആദല്ലാഹി അൻ നഅഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅനാ ഇൻദഹു ഇന്നാ ഇദൽ ലളാലിമൂൻ. അവർ പറയാൻ തുടങ്ങി, യാ അയ്യുഹൽ അസീസ്, ഈ മഹാനായ വ്യക്തിത്വമേ, വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ അഭിസംബോധന ചെയ്യുന്ന രീതിയാണത്. യാ അയ്യുഹൽ അസീസ്, അന്തസ്സുള്ളവനെ. ആ ഭരണാധികാരിയെ അവർ വിളിക്കുകയാണ്. യൂസഫാന്ന് അറിയില്ലല്ലോ. അദ്ദേഹത്തോട് അവർ പറയാണ്, ഇന്ന ലഹു അബൻ ശൈഖൻ കബീറാ, ഇവന് വളരെ പ്രായമുള്ള വൃദ്ധനായ ഒരു ഉപ്പയുണ്ട് വീട്ടിൽ. വളരെ പ്രായം ചെന്ന് കിഴവനായ ഒരു ഉപ്പയുണ്ട് ഇയാൾക്ക്. അതുകൊണ്ട് ഫഖുദ് അഹദനാ മകാന, ഞങ്ങളെ അദ്ദേഹത്തെ ഇവന്റെ സ്ഥാനത്ത് ഞങ്ങളിൽ ഒരുവനെ നിങ്ങൾ ഇവിടെ പിടിച്ചു വെക്കണം, എന്നിട്ട് അവനെ വിട്ടു തരണം. കാരണം അവനെ കണ്ടില്ലെങ്കിൽ വല്ലാത്ത പ്രയാസത്തിലായി പോകും ഞങ്ങളുടെ വൃദ്ധനായ പിതാവ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവന് ഞങ്ങൾക്ക് തിരികെ തരണം. പകരം ഞങ്ങളിൽ ഒരാളെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു വെക്കുകയും ചെയ്യാം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, തീർച്ചയായും താങ്കളെ ഞങ്ങൾ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ അപേക്ഷ സ്വീകരിച്ചാലും. യൂസുഫ് അലൈഹിസ്സലാം മറുപടി കൊടുക്കുകയാണ്, ഖാല മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം മൻ നഅഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅനാ ഇൻദഹു, ആരുടെ കയ്യിലാണ് ഞങ്ങളുടെ ചരക്ക് ഞങ്ങൾ കണ്ടെത്തിയതെങ്കിൽ അവനെയല്ലാതെ മറ്റൊരാളെ പിടിച്ചു വെക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ചെയ്താലോ ഞങ്ങൾ ദുൽമ് ചെയ്തവരായി പോകും. അതുകൊണ്ട് പാപം ചെയ്യാത്തവരെ ഇവിടെ പിടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലല്ലോ. അത് ഞങ്ങൾ ചെയ്താൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ദുൽമായി പോകും. അതുകൊണ്ട് ഈ ബിന്യാമീനെ വിട്ടുതരാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങളിൽ ഒരാളെ പകരമെടുത്ത് അവനെ മോചിപ്പിക്കാനും നിവൃത്തിയില്ല. നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അവരോട് പറയുന്നു. അപ്പൊ ബിന്യാമീനെ വിട്ടുകിട്ടൂലെന്ന് ഉറപ്പായി. അപ്പൊ അവര് ധർമ്മസങ്കടത്തിലായി. ഇനിയിപ്പോ എന്താണ്, എങ്ങനെയാണ് ബാപ്പനെ, ബിന്യാമീനില്ലാതെ എങ്ങനെയാണ് ബാപ്പയുടെ സമീപത്തേക്ക് തിരികെ പോവുക? ആ അവസരത്തിൽ അവരൊരു കൂടിയാലോചന നടത്തി എന്ന് ഖുർആൻ പറയാം. ഫലമ്മസ്തൈഅസൂ മിൻഹു ഖലസൂ നജിയാ ഖാല കബീറുഹും അലം തഅലമൂ അന്ന അബാകും ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹി വമിൻ ഖബ്ലു മാ ഫറത്തും ഫീ യൂസുഫ് فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين ارجعوا إلى أبيكم فقولوا يا أبانا إن ابنك سرق وما شهدنا إلا بما علمنا وما كنا للغيب حافظين ഫലമ്മസ്തൈഅസൂ മിൻഹു ഖലസൂ നജിയാ. ബിന്യാമീനെ വിട്ടുകിട്ടൂല, നമ്മൾ ഒറ്റക്ക് പോകേണ്ടി വരും എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെല്ലാവരും കൂടെ വളരെ ധർമ്മസങ്കടത്തിലും പ്രയാസത്തിലുമായിട്ട് ഒരു സ്വകാര്യം പറയുന്നതിന് വേണ്ടി അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു നിന്നു. എന്താ നമ്മൾ ചെയ്യാന്നിങ്ങനെ ആലോചിച്ചു. ഖാല കബീറുഹും, അവരുടെ കൂട്ടത്തിലെ വലിയവനായ ഇക്കാക്ക പറഞ്ഞു, അലം തഅലമൂ, നിങ്ങൾക്കറിയില്ലേ, അന്ന അബാകും ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹ്, നിങ്ങളുടെ പിതാവ് നിങ്ങളോട് കരാറെടുത്തത് നിങ്ങൾ മറന്നുപോയോ? അവനെ കൊണ്ടുവരുമെന്നും അത് ഞങ്ങൾ ഏറ്റുവെന്നും അള്ളാന്റെ പേരിൽ നിങ്ങൾ കരാറെടുത്തത് ബാപ്പയോട് കരാറ് പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? മാത്രമല്ല വമിൻ ഖബ്ലു മാ ഫറത്തും ഫീ യൂസുഫ, ഇതുപോലെ തന്നെ പണ്ട് യൂസുഫിന്റെ കാര്യത്തിലും അങ്ങനെ കരാറ് പറഞ്ഞിട്ട് യൂസുഫിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ ബാപ്പയോട് കരാറ് ലംഘിച്ച് അതിൽ വീഴ്ച വരുത്തിയതും യൂസുഫിന്റെ കാര്യത്തിൽ നമ്മൾ കാണിച്ച വീഴ്ചയും നിങ്ങളുടെ ഓർമ്മയിലില്ലേ?
അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, ഫലൻ അബ്റഹൽ അർള, ഞാൻ ഈ നാട് വിട്ടു പോകുകയേയില്ല, ഹത്താ യഅ്ദന ലീ അബീ, എന്റെ ഉപ്പ എന്നോട് പറയണം മോനെ നീ ഇങ്ങോട്ട് വന്നോ എന്ന് എനിക്കെന്റെ ഉപ്പ പെർമിഷൻ തരുവോളം ഈ നാട് വിട്ട് ഞാൻ എന്റെ ബാപ്പയുടെ അടുത്തേക്ക് വരാൻ ഒരുക്കമല്ല. ഔ യഹ്കുമല്ലാഹു ലീ, അതല്ലെങ്കിൽ അല്ലാഹ് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയുവോളം എന്റെ സഹോദരനെ എനിക്ക് തിരിച്ചു തന്നുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയോ ഒരു തീരുമാനം എനിക്ക് റബ്ബ് തരാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. വഹുവ ഖൈറുൽ ഹാകിമീൻ, തീരുമാനമെടുക്കുന്നവരിൽ ഉത്തമനാണല്ലോ റബ്ബ്. അങ്ങനെ ഈ സഹോദരൻ അദ്ദേഹം പറയാണ്, ഈ കാര്യങ്ങളൊക്കെ പറയാണ്, നിങ്ങൾ വളരെ സീരിയസ് ആയ വിഷയമാണ്, നിങ്ങൾ എന്താ വിചാരിച്ചത്? മുമ്പ് യൂസഫിന്റെ കാര്യത്തിലും നമ്മൾ വീഴ്ച വരുത്തി, ഇപ്പൊ ബിന്യാമീനെ കൊണ്ടുവരുമ്പോഴും ബാപ്പനോട് കരാടെത്തതാണ്. അതുകൊണ്ട് എനിക്കിഞ്ഞ് ബാപ്പന്റെ മുഖത്ത് നോക്കാൻ വരാൻ വയ്യ, നിങ്ങൾ പോകുകയാണെങ്കിൽ പോയിക്കോ, ഞാനില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാണ്, എനിക്കെന്റെ പിതാവ് അനുവാദം തരണം, വന്നോന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ആരെയും എന്നെ വിളിക്കാൻ വന്നാലേ ഇനി ഞാൻ വരൂ, അതല്ലെങ്കിൽ എന്താണ് റബ്ബിന്റെ ഒരു തീരുമാനം, അത് നടന്നാലേ ഞാൻ വരൂ. അതുകൊണ്ട് ഇർജിഉ ഇലാ അബീകും, നിങ്ങളൊക്കെ നിങ്ങളുടെ ഉപ്പയുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ല്. ഫഖൂലു, എന്നിട്ട് ഉപ്പയോട് നിങ്ങൾ പറയണം, യാ അബാനാ, ഞങ്ങളുടെ പിതാവേ, ഇന്ന ബനക സറഖ, താങ്കളുടെ പുത്രൻ മോഷണം നടത്തിയിട്ടുണ്ട്. വമാ ശഹിദ്നാ ഇല്ലാ ബിമാ അലിംനാ, ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യത്തിനല്ലാതെ ഞങ്ങൾ സാക്ഷി പറയുന്നില്ല, ഞങ്ങൾ കളവ് പറയുന്നവരല്ല, ഞങ്ങളുടെ അനുഭവവും യാഥാർത്ഥ്യത്തിൽ നിന്നാ ഞങ്ങൾ നിങ്ങളോട് സാക്ഷി പറയുന്നത് ഉപ്പാ. വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ, അദൃശ്യ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങൾക്ക് എന്താ വരാൻ പോകുന്നതും എന്താ സംഭവിക്കാവുന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? അതുകൊണ്ട് അവനെ തരൂല, അവനെ കിട്ടൂല, അവനവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവൻ മോഷണം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവനെ വിട്ടു തന്നിട്ടില്ല. ഒരു ഇക്കാക്കയും അവിടെ തന്നെ നിൽക്കാണ്, നിങ്ങൾ പെർമിഷൻ കൊടുത്താലല്ലാതെ വരൂലെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ളവര് പോന്നിരിക്കാണ്. ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ഞങ്ങൾ പറയുന്നത് ശരിയല്ലെന്ന് നിങ്ങൾക്ക് വല്ല അഭിപ്രായവും ഉപ്പാക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ വസ്അലിൽ ഖറിയതല്ലതി കുന്നാ ഫീഹാ والعير التي أقبلنا فيها وإنا لصادقون واسأل القرية التي كنا فيها, ഞങ്ങൾ ഉണ്ടായിരുന്നത് ഏതൊരു നാട്ടിലാണോ ആ നാട്ടുകാരോടൊന്ന് പോയിട്ട് ബാപ്പ ചോദിച്ചു നോക്ക്. ഈജിപ്തിൽ മുഴുവനും പാട്ടാണ്. കനാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഘത്തിൽ നിന്ന് ഒരാള് മോഷണം നടത്തിയിട്ട് ഭരണാധികാരി അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന കാര്യം ഈജിപ്തിൽ മുഴുവനും പാട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ സത്യമാണ് ഉപ്പാ പറയുന്നത്. താങ്കൾക്കതിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ ആ രാജ്യക്കാരോട് പോയിട്ടൊന്ന് ചോദിച്ചു നോക്ക്. ഞങ്ങൾ ഏതൊരു കച്ചവട സംഘവും യാത്രാ സംഘവുമായിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വന്നതെങ്കിൽ ഞങ്ങളല്ലാത്ത വേറെയും സംഘക്കാര് ഞങ്ങളുടെ സംഘത്തിലുണ്ട്, ആളുകളിലുണ്ട്, അവരോടും ഉപ്പാക്ക് ചോദിക്കാം. നിശ്ചയം ഞങ്ങൾ സത്യമാണ് പറയുന്നത്, സത്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ബൽ സവ്വലത് ലകും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം വതവല്ലാ അൻഹും وقال يا أسفا على يوسف وابيضت عيناه من الحزن فهو كظيم. അദ്ദേഹം പറഞ്ഞു, ഇത് കേട്ടപ്പോ അങ്ങനെയൊന്നും സംഭവിക്കൂല, എന്റെ മോൻ അങ്ങനെ മോഷണം നടത്തൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തോ തോന്നിയിട്ടുണ്ട്. ബൽ സവ്വലത് ലകും അൻഫുസുകും അംറാ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കെന്തോ തോന്നിയിട്ടുണ്ട്. പണ്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ ചെന്നായ പിടിച്ചു ഉപ്പാ എന്ന് വന്ന് പറഞ്ഞപ്പോഴും ഇതേ മറുപടിയാണ് യാക്കൂബ് അലൈഹിസ്സലാം അവരോടും പറഞ്ഞത്. ബൽ സവ്വലത് ലകും അൻഫുസുകും, നിങ്ങൾക്കെന്തോ തോന്നിയിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് മഹാനവറുകൾക്കും മനസ്സിലായിട്ടില്ല. എന്നാലോ എന്തോ വന്ന് സംഭവിച്ചിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് തോന്നിയതാണ്, നിങ്ങളെന്തോ ചെയ്തതാണ്. ഫസബ്റുൻ ജമീൽ, ആകയാൽ ഭംഗിയായി ക്ഷമിക്കുക തന്നെ. ആ ഘട്ടത്തിലും രണ്ടാമത്തെ മകനും നഷ്ടപ്പെട്ടില്ലേ, മൂന്നാമത്തെ മകനും അവിടെയാണ്. എന്താ ഈ പറയുന്നതൊക്കെ സത്യാണെന്ന് അറിയുകയുമില്ല. എല്ലാവരെയും മൂന്നാളുകളെ ഇപ്പോ നഷ്ടപ്പെട്ടല്ലോ. യൂസുഫ് അലൈഹിസ്സലാം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടു. ബിന്യാമീനും മറ്റൊരു സഹോദരനും ഇപ്പോഴും നഷ്ടപ്പെട്ടു. സബറും ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക തന്നെ. എന്നിട്ട് മഹാനവറുകൾ അതാ റബ്ബിനെ കുറിച്ചുള്ള തന്റെ ആ ശുഭപ്രതീക്ഷ എടുത്തുകൊണ്ട് പറയാണ്, അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീആ, അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹയായേക്കാം അവരെ മുഴുവനും എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നവനായേക്കാം. യൂസഫും ബിന്യാമീനും ഈ മറ്റേ മോനും ഒക്കെ എല്ലാവരെയും കൂടെ റബ്ബ് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നേക്കാം. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, നിശ്ചയം അവനെല്ലാം അറിയുന്നവനാണ്, എല്ലാം അഗാധമായ ജ്ഞാനമുള്ളവനാണ്. യാഖൂബ് അലൈഹിസ്സലാമിന്റെ മനസ്സിൽ പണ്ടേ ഒരു സ്വപ്നത്തിന്റെ കഥയുണ്ടല്ലോ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും വന്ന് സുജൂദ് ചെയ്യും, നമിക്കും എന്ന് പറഞ്ഞത് മഹാനവറുകളുടെ മനസ്സിൽ അതുണ്ട്. അത് ഏതെങ്കിലും ഒരു കാലത്ത് സംഭവിക്കും. പക്ഷെ എവിടെയാ യൂസുഫ്, എവിടെയാ ബിന്യാമീന്, എന്താണ് സംഭവിച്ചത്, അതൊന്നും അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും അള്ളാഹുവിന്റെ ആ കൃത്യമായ ഒരു പ്രത്യേകമായ നിലക്കുള്ള സഹായം തനിക്ക് വരും എന്ന ശുഭപ്രതീക്ഷയോടെ ഒട്ടും നിരാശയില്ലാതെ പറയാണ്, റബ്ബ് അവരെ മുഴുവനും എനിക്ക് തന്നേക്കാം. കാരണം അവനെല്ലാം അറിയുന്നവനാണ്, അഗാധജ്ഞാനിയാണ്. എന്നിട്ടും ആ സങ്കടം ഏതായാലും ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകില്ലല്ലോ. വതവല്ല അൻഹും, ആ മക്കളിൽ നിന്ന് ഒരൽപ്പം അടുത്ത ഭാഗത്തേക്ക് മഹാനായ യാഖൂബ് അലൈഹിസ്സലാം മാറി നിന്നുകൊണ്ട് വഖാല, മഹാനവറുകൾ പറഞ്ഞു, യാ അസഫാ അലാ യൂസുഫ, യൂസുഫിന്റെ കാര്യത്തിൽ എന്റെ സങ്കടമേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടാൻ തുടങ്ങി. വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി, സങ്കടവും ദുഃഖവും കാരണത്താൽ മഹാനവറുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി തുടങ്ങി. അത് നാളുകളായി ഒഴുകുകയാണ്. അവിടുത്തെ ഇരു കണ്ണുകളും വെളുത്തുപോയി. ഫഹുവ കദീം, സങ്കടവും ദുഃഖവും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മഹാനവറുകൾ അങ്ങനെ കഴിയുന്നു. യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ സമാനമായൊരു സംഭവമാണല്ലോ ഇപ്പൊ നടന്നത്. അതുകൊണ്ട് ബിന്യാമീനും മറ്റേയാളും നഷ്ടപ്പെട്ടപ്പോ പഴയ ഓർമ്മ വന്നു വാപ്പാക്ക്. അതുകൊണ്ടാണ് യാ അസഫാ അലാ യൂസുഫ് എന്ന് പറയുന്നത്. ഓർമ്മ വന്നു, പഴയ ഓർമ്മ വന്നു. യൂസുഫും പോയല്ലോ, എല്ലാവരും പോയല്ലോ, എന്റെ സങ്കടം എന്നിങ്ങനെ മഹാനവറുകൾ സങ്കടം ഒതുക്കിക്കൊണ്ട് കരയാൻ തുടങ്ങി മഹാനവറുകൾ. ആപത്തും വ്യസനവും സങ്കടവും ഒക്കെ വരുമ്പോ വ്യസനപ്പെടലും കരയലും ഒക്കെ മനുഷ്യന്റെ പ്രകൃതിയാണ്. അതിൽ ആക്ഷേപിക്കാനൊന്നുമില്ല. അതിൽ നിന്ന് മഹാന്മാരായ പ്രവാചകന്മാരും മുക്തരല്ല. അവരും കരയും, അവരും സങ്കടപ്പെട്ടാൽ കരയും, അവരും വിഷമിക്കും. അതവരുടെ മനുഷ്യത്തിന്റെ പ്രകൃതമാണ്. പ്രവാചകന്മാരും അതിൽ നിന്നൊരിക്കലും ഒഴിവാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. പക്ഷേ അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവല് കിട്ടും. അവർ ക്ഷമകേടിന്റെ വാക്കുകൾ പറയില്ല. വ്യസനപ്പെടലിന്റെയും വേവലാതിയുടെയും നിരാശയുടെയും ഗോഷ്ഠികൾ കാണിക്കില്ല. വികാരപ്രകടനം നടത്തില്ല. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അതിന്റെ പേരിൽ ആ രൂപത്തിലുള്ള മേഖലകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹുവിലുള്ള തവക്കുൽ നഷ്ടപ്പെടുത്തുകയോ ഒന്നും അവർ ചെയ്യൂല. ഇതൊക്കെയാണ് ആക്ഷേപാർഹമായ കാര്യങ്ങൾ. എന്നാൽ മഹാനായ പ്രവാചകൻ കരഞ്ഞു. കരയുക എന്നത് നല്ല റഹ്മത്തുള്ള ഖൽബിന്റെ ലക്ഷണമാണ്. അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പൊന്നോമന പുത്രൻ ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണത്തിന്റെ വേദനയിൽ പടഞ്ഞ് ആ കുട്ടി മരിക്കുന്ന വേളയിൽ മരണം നടന്നുവെന്നുറപ്പായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കരയുകയാണ്. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ആ സമയത്ത് സഹാബിമാര് ചോദിക്കുകയാണ്, പ്രവാചകരെ അങ്ങൊന്നും കരയുകയാണോ? ക്ഷമ പഠിപ്പിച്ച, സഹനം പഠിപ്പിച്ച നേതാവല്ലേ അങ്ങ്, താങ്കളും കരയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നൽ ഐന തദ്മഉ, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും, വൽ ഖൽബു യഹ്സനു, ഹൃദയത്തിൽ നല്ല ദുഃഖവും ഉണ്ടാകും. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ,
നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടുന്ന വാക്കല്ലാതെ നമ്മൾ പറയൂല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീമു ലമഹ്സൂനൂൻ, മോനെ ഇബ്രാഹീമേ, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതര് തന്നെ. അപ്പൊ കരയാന്നുള്ളത് റഹ്മത്തിന്റെ ഒരു അടയാളമാണ്. കരയ അത് സ്വാഭാവികമാണ്. നബിയും കരഞ്ഞു, യഖൂബ് അലൈഹിസ്സലാം കരഞ്ഞു. പക്ഷേ സങ്കടവും വിഷമൊക്കെ വരുമ്പോ കരയും. അതിലപ്പുറമുള്ള വികാരപ്രകടനങ്ങൾ നടത്തി മാറത്തടിച്ച്, അതല്ലെങ്കിൽ മറ്റേ രൂപത്തിലുള്ള ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അടിക്കുകയോ മാറുപിളർത്തുകയോ വസ്ത്രം കീറുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അത്തരത്തിലുള്ള മോശമായ വികാരപ്രകടനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നൊരു തെറ്റാണ്. അട്ടഹസിച്ച് കരയുന്നൊരു തെറ്റാണ്. അവസരത്തിൽ ദുഃഖം മനുഷ്യ സഹജമാണ്. അത് പ്രവാചകന്മാർക്കുമുണ്ട്. അതാണ് ഇവിടെ യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാര്യവും മക്കളെ കാര്യവും ഓർത്തുകൊണ്ട് കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെടുമാറ് മഹാനവറുകൾ സങ്കടപ്പെട്ടു. ഈ അവസരത്തിൽ പിതാവിന്റെ ദുഃഖവും വ്യസനവും കണ്ട മക്കൾക്ക് മനസ്സിന് അലിവ് തോന്നിയിട്ട് ഒരു ബാപ്പാനോട് പറയാണ്, قالوا تالله تفتأ تذكر يوسف حتى تكون حرضا أو تكون من الهالكين. അവര് പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, തഫ്തഉ തദ്കുറു യൂസുഫ്, നിങ്ങൾ ഇങ്ങനെ യൂസുഫിനെ ഓർത്തുകൊണ്ട് കാലം കഴിക്കല്ലേ. നിങ്ങൾ ഇങ്ങനെ യൂസുഫിന്റെ കാര്യം ഓർത്തിട്ട് ഇങ്ങനെ വിഷമത്തിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ബാപ്പ, നിങ്ങൾ മരിക്കാറായി തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഉപ്പ പൊന്നുപ്പ ഇങ്ങനെ വിഷമിക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ മരിക്കാനാകുന്ന ഒരവസ്ഥ. ഔതകൂന മിനൽ ഹാലിക്കീൻ, നിങ്ങൾ നശിച്ചു പോകും, മരിക്കന്നെ ചെയ്യും. ഈ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ എന്താ നിങ്ങളുടെ അവസ്ഥ? ഒന്ന് ക്ഷമിക്കൂ ഉപ്പ എന്നിങ്ങനെ അവര് പിതാവിന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഉപദേശിക്കാൻ. ആ സമയത്ത് യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് പറയാണ്, ഖാല ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്, ഞാൻ എന്റെ സങ്കടവും എന്റെ ദുഃഖവും എന്റെ പ്രയാസങ്ങളും ഒക്കെ അല്ലാഹുവോടാ പറയുന്നത്. നിങ്ങളോട് ആരോടും ഞാൻ പറയുന്നില്ല. എന്റെ സങ്കടവും എന്റെ വിഷമവും എന്റെ പ്രയാസവും ഒക്കെ ഞാൻ ആവലാതിപ്പെടുന്നത് അല്ലാഹുവിലേക്ക് മാത്രമാണ്. നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. കാരണം മഹാനവറുകളുടെ മനസ്സിൽ ഉണ്ടല്ലോ ആ സ്വപ്നവും അതുപോലെ തന്നെ. പക്ഷെ എന്താ സംഭവിച്ചു എന്നൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരു കാര്യം എന്റെ റബ്ബിനൊരു തുറവി തന്നേക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം. വഹീ മുഖേന മറ്റുള്ള ആളുകൾക്ക് ലഭിക്കാത്ത പല വിവരങ്ങളും യാക്കൂബ് അലൈഹിസ്സലാമിന് ലഭിക്കുന്നുണ്ടല്ലോ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ സ്വപ്നം പുലരും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല. പക്ഷെ അത് പുലരുന്നത് ഏത് വിധത്തിലായിരിക്കും, എപ്പോഴായിരിക്കും, അത് അദ്ദേഹത്തിനും അറിയില്ല. കാരണം അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ അദൃശ്യത്തിൽ നിന്ന് യൂസുഫ് മഹാനായ പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാമിനും അറിയൂ. മാത്രമല്ല ബിന്യാമീൻ മോഷ്ടിച്ചിരിക്കാൻ ഇടയില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അതുകൊണ്ടാണ് പ്രതീക്ഷയോടെ പിന്നെയും കാത്തിരിക്കുന്നത്. അവസാനം പിന്നെയും മക്കളോട് പറയാണ്, മക്കളെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കല്ലേ, നിങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ. 3 ആളെ നമുക്ക് കിട്ടാനില്ലേ? യൂസുഫുണ്ട്, ബിന്യാമീനുണ്ട്, മൂത്ത സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ആശ വെച്ചുകൊണ്ട് പിന്നെയും പറയുന്നൊരു നോക്കൂ, യാ ബനീ യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. യാ ബനീ, എന്റെ മക്കളെ, ഇദ്ഹബൂ, നിങ്ങൾ പോകൂ, നിങ്ങൾ ഈജിപ്തിലേക്ക് ചെല്ല്. ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി, യൂസുഫിനെയും അവന്റെ സഹോദരനെയും നിങ്ങളൊന്ന് അന്വേഷിച്ചു അറിയൂ. കണ്ടോ, യൂസുഫിനെയും സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കൂ, അവിടെ ചെല്ലൂ, നിരാശപ്പെടല്ലേ. വലാ തയഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. ഇനിയൊക്കെ അത് പോയിട്ടെന്താ കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഇന്നഹു, കാരണം, ലാ യയഅസു മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശ മുറിയുന്നതല്ല, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ,
സത്യനിഷേധികളായ ജനതക്ക് മാത്രമേ അള്ളാന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശയുണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കത് ഉണ്ടാകരുത്. കാഫിരീങ്ങൾക്ക് മാത്രമാണ്, നിഷേധികൾക്ക് മാത്രമാണ് അള്ളാഹ് സഹായിക്കൂല, ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ്, എന്റെ കഷ്ടപ്പാട് തീരൂല, എന്റെ പ്രയാസങ്ങൾ തീരൂല, എനിക്കെന്നും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെയുള്ള ആ രൂപത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു മോശപ്പെട്ട ചിന്ത, ഒരു സൂഅന്നെ, ഒരു തെറ്റായ ചിന്ത, അത് നിഷേധികൾക്കേ ഉണ്ടാകൂ. മോമിനീങ്ങൾക്ക് എപ്പോഴും അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. പരിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്, ആശ മുറിയാൻ പാടില്ല. എത്ര വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും കരകയറ്റല്ല എന്ന് ഒരാൾക്കും തോന്നാൻ പാടില്ല. അത് കാഫിറിന്റെ സ്വഭാവമാണ്. മുഅ്മിനിന് എപ്പോഴും പ്രതീക്ഷ ഉണ്ടാവണം. എന്ത്? ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഏത് ഞെരുക്കത്തിന്റെയും കൂടെ എളുപ്പങ്ങൾ വരാനുണ്ട്. ആ ഒരു പ്രതീക്ഷ നമുക്കൊക്കെ വേണം. സാന്ദർഭികമായി നമ്മൾ ഇതിൽ ഈ വാചകത്തിൽ നിന്നത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി. എന്റെ അടിമ, അള്ളാഹു അറിയിക്കുകയാണ്, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനോട് ഇടപെടുക. എന്റെ റബ്ബ് എനിക്ക് സഹായം തരുമെന്നാണോ? എന്നാ സഹായിക്കും. സഹായിക്കൂലാന്നാണോ? സഹായിക്കൂല. അപ്പൊ അള്ളാഹിനെ കുറിച്ച് എപ്പോഴും നല്ല ചിന്ത വേണം. മരിക്കുവോളം, മരണ നേരത്തും വേണം, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എന്നെ കൈവടിയില്ല എന്നിങ്ങനെ നല്ല പ്രതീക്ഷ റബ്ബിനെ കുറിച്ച് എപ്പോഴും വേണം. അതുകൊണ്ടാണ് അല്ലാഹു തആല അറിയിച്ചത്, ഖുൽ, പ്രവാചകരെ പഠിപ്പിക്കൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. എന്റെ അടിമകളോട് പറയൂ പ്രവാചകരെ, സ്വന്തം ദേഹങ്ങളോട് കണക്കല്ലാത്ത അക്രമങ്ങൾ പ്രവർത്തിച്ച് പാപത്തിൽ മുങ്ങിക്കുളിച്ച എന്റെ അടിമകളാണെങ്കിലും അവരോടും പറയൂ പ്രവാചകരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശ മുറിയരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. നിശ്ചയം അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. നമ്മൾ അല്ലാഹുവോട് തൗബ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട വിചാരമാണ്, ഏത് കൊടും ഭീകരനാവട്ടെ, ഏത് പാപിയാകട്ടെ, മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് അങ്ങ് മടങ്ങി അള്ളാഹ് അത് കബൂലാക്കുകയാണെങ്കിൽ അവന്റെ പാപം പൊറുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊറുക്കൂലാന്ന് ഒരാളെ കുറിച്ചും പറയാൻ പാടില്ല. അവനോടൊന്നും അള്ളാഹ് പൊറുക്കൂലാന്ന് ഒരാളെ കുറിച്ച് നമുക്ക് പറയാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ശിർക്കല്ലാത്ത ഏത് പാപങ്ങളും അള്ളാഹു പൊറുക്കും. മരണത്തിന്റെ മുമ്പേ തൗബ ചെയ്യുകയാണെങ്കിൽ ശിർക്കും പൊറുക്കും. ശിർക്കും പൊറുക്കും. ശിർക്ക് ചെയ്തൊരു മനുഷ്യനാണ് അവൻ ജീവിതത്തിൽ തൗബ ചെയ്താൽ ശിർക്കും അല്ലാഹു പൊറുക്കും. പക്ഷേ തൗബ ചെയ്യാതെ മരിച്ചുപോയാലോ ഒരു കാലത്തും പൊറുക്കൂല. അതേവസരത്തിൽ ഏത് ശിർക്കിൽ മുങ്ങിക്കുളിച്ചവനാണെങ്കിലും, ഏത് തെറ്റിൽപ്പെട്ടവനാണെങ്കിലും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ അവൻ പൊറുക്കും. നിരാശ വേണ്ട. പണ്ടേ ഇങ്ങനെ പാപത്തിൽ കഴിഞ്ഞു, ഇനി ഏതായാലും ഇങ്ങനെ തന്നെയാണ് പോകട്ടെ, മക്കളെയൊക്കെ നന്നാക്ക എന്ന് വിചാരിച്ചിരിക്കണ്ട. ഏത് പാപിയാണെങ്കിലും അല്ലാഹു പുറത്തു തരും. മടങ്ങാൻ തയ്യാറാണോ? റബ്ബ് സ്വീകരിക്കാനും തിരിച്ചെടുക്കാനും സന്നദ്ധനാണ്. അതുകൊണ്ട് നിരാശയുണ്ടാകാൻ പാടില്ല എന്ന്, ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. മലക്കുകൾ വന്നിട്ട് ലൂത്ത് അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്ക് പോകും വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ അതിഥികൾ കയറി വന്നിട്ട് സന്തോഷ വാർത്ത അറിയിച്ചല്ലോ, ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, കിഴവയാ എനിക്കൊരു കുഞ്ഞുണ്ടാവുകയെ. ആ സമയത്ത് എന്താ? മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാചകം, ഖാലൂ ബശ്ശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ. യാഥാർത്ഥ്യമുള്ള കാര്യത്തെക്കുറിച്ചാ നിങ്ങളോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞത്. ആകയാൽ നിങ്ങൾ നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകരുത്. ആ സമയത്ത് ഇബ്രാഹിം നബി അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അതിന് മറുപടി അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? ഖാല വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ല ദ്ദാല്ലൂൻ. എനിക്ക് നിരാശയൊന്നുമില്ല. കാരണം വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി, തന്റെ യജമാനനായ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുകയില്ല. ഇല്ല ദ്ദാല്ലൂൻ, വഴിവിളച്ചവരല്ലാതെ നിരാശപ്പെടുമോ? എനിക്കതുകൊണ്ട് നിരാശയില്ല. അത്ഭുതാണ് എന്നർത്ഥം. നിരാശയൊന്നുമില്ല എന്നാണ് മഹാനവറുകളും മറുപടി പറഞ്ഞത്. അങ്ങനെ പിതാവ് മക്കളെ പറഞ്ഞേക്കാണ്, മക്കളെ പോയി അന്വേഷിക്കുന്നു, നിരാശപ്പെടല്ലേ, കിട്ടും, ഒരുപക്ഷെ കിട്ടിയേക്കും എന്നും പറഞ്ഞ് യഖൂബ് അലൈഹിസ്സലാമി മക്കളെ പറഞ്ഞേക്കാണ്. അങ്ങനെ മക്കൾ ഈജിപ്തിലെത്തി.
വീണ്ടും എത്തിയല്ലോ. കുറച്ചാളുകൾ ഇവിടെ ഉണ്ട്, എല്ലാവരും പോയിട്ടില്ല. സാധാരണ എല്ലാവരും ആ പോകല്. ഇപ്രാവശ്യം കുറച്ച് സഹോദരങ്ങളാ തിരയാൻ പോയത്. കുറച്ചാള് വാപ്പന്റെ അടുത്ത് തന്നെ നിന്നു. അവിടെ എത്തിയ സഹോദരങ്ങൾ فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين. അവരെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് പ്രവേശിച്ചപ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസ്, ഹേ അന്തസ്സുറ്റ ഭരണാധികാരി, മാന്യനായ ഉദാരനായ വ്യക്തിത്വമേ. അദ്ദേഹത്തെ വളരെ ബഹുമാനാദരവുകളോടെ സംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കണം. മസ്സന വ അഹ്ലന, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുമൊക്കെ ദുർറ് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വല്ലാത്ത ക്ഷാമത്തിലാണ്, വല്ലാത്ത കഷ്ടത്തിലാണ്. ഇപ്പോൾ വീണ്ടും കനാനിൽ ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ്, പ്രയാസങ്ങളാണ്. ഇവിടെ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിന് യോജിച്ച നിലക്കുള്ള ചരക്കുകളും യോജിച്ച നിലക്കുള്ള വിലയുമൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. അത്ര വറുതിയാണ് വീട്ടിൽ, അത്ര പട്ടിണിയാണ് വീട്ടിൽ. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിന് യോജിച്ചൊരു വിലയോ ചരക്കുകളോ തിരികെ തരാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അത്രയൊന്നും ഇല്ലാത്ത കുറച്ച് വിഭവങ്ങളും താഴ്ന്ന നിലക്കുള്ള ചില ചരക്കുകളുമാണ് പകരം തരാൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് താഴ്ന്ന തരത്തിലുള്ള ചരക്കാണ്, നിങ്ങളെടുത്ത് മുഴുവൻ സംഖ്യ തികയൂല എന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങളെ ദയവായി മടക്കി അയക്കരുത്. വീട്ടിൽ പ്രയാസമാണ്, ഞെരുക്കമാണ്. ഞങ്ങളുടെ അവസ്ഥയും അങ്ങനെയാണ്, വീട്ടുകാരുടെ അവസ്ഥയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഉള്ള ഈ വിഭവങ്ങൾ അങ്ങ് സ്വീകരിച്ചിട്ട് അളവ് ഞങ്ങൾക്ക് സാധാരണ തരും പോലെ പൂർത്തിയാക്കി തരണേ. പുറമേ നിങ്ങൾ സ്വതക്കയായിട്ടും വല്ലതും തരണം. ഇത് മാത്രം പോരാ, കുറച്ച് ധർമ്മമായിട്ടും നിങ്ങൾ തരണം. വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു തസദ്ദഖ അലൈന എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഭക്ഷ്യധാന്യങ്ങൾ പൂർത്തിയാക്കി തരുന്നതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു വെച്ച അനുജനില്ലേ, അവനങ്ങോട്ട് തിരിച്ചു തന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് കരുണ കാണിക്കണം എന്നാണ് അതിന്റെ ഉദ്ദേശമെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും കൂടുതലുമായിട്ടും അവർ ആവശ്യപ്പെടാൻ. എന്നിട്ട് അവർ പറയാണ്, ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ, ധർമ്മം ചെയ്യുന്നവരെ അല്ലാഹു ഏറെ പ്രതിഫലം അവർക്ക് കൊടുക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിഭവങ്ങളെക്കാളും അപ്പുറം വല്ലതും തന്ന് ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണേ എന്ന് അവർ വന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനോട് പറയുന്നു. ഇത്രയൊക്കെ ആയപ്പോഴേക്ക് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനും മനസ്സിന് അലിവ് തോന്നി. ഇനി എത്ര കാലം അത് മൂടിവെക്കുക, ഇനി എത്ര കാലാണ് ഇത് പറയാതിരിക്കുക? മഹാനവറുകൾ അവരോട് പറയാണ്, قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു ആ സമയത്ത്, ഹൽ അലിംതും, നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ? മാ ഫഅൽതും ബിയൂസുഫ വഅഖീ, യൂസുഫിനെ കൊണ്ടും അവന്റെ സഹോദരനെ കൊണ്ടും നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ നിങ്ങൾ യൂസുഫിനെ എന്താണ് ചെയ്തതെന്ന്? അപ്പൊ അന്നും യൂസുഫിനെയും കൂടെ പീഡനങ്ങൾ ബിന്യാമീനോടും കാണിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആ ചോദ്യം യൂസുഫിനോടും അവന്റെ സഹോദരനോടും നിങ്ങൾ ചെയ്തിരുന്ന പ്രവൃത്തി നിങ്ങൾക്ക് അറിയാമോ? ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ ജാഹിലീങ്ങളായിരുന്ന കാലത്ത് നിങ്ങൾക്ക് വിവരവും വിവേകമൊന്നും ഇല്ലാത്ത അവിവേകം മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. അന്ന് നിങ്ങൾ ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ യൂസുഫിനെ കൊണ്ട്? അത് കേട്ടപാടെ അവർക്ക് ആകെ അത്ഭുതമായി. അവർ ചോദിച്ചു, ഖാലു, അവർ പറഞ്ഞു, ഇന്നക ലഅൻത യൂസുഫ്, നീ യൂസുഫാ? നീ തന്നെയാണോ യൂസുഫ്? അവർക്ക് അത്ഭുതത്തോടുകൂടെ അവർ ചോദിക്കല്ല, അൻത യൂസുഫ്,
താങ്കൾ യൂസുഫ് തന്നെയാണോ? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഖാല അന യൂസുഫ്, അതെ ഞാൻ യൂസുഫ് തന്നെയാണ്. വഹാദാ അഖീ, ഇതെന്റെ ഉമ്മയൊത്ത സഹോദരനുമാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, ഞങ്ങളുടെ മേൽ അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. റബ്ബ് ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നതാണ്. കാരണം മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ പ്രയാസങ്ങളായിരുന്നുവെങ്കിലും അതൊക്കെ വമ്പിച്ച വിജയത്തിലേക്കാണ് എത്തിച്ചത്. കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടത് യാത്രക്കാർക്ക് കിട്ടാൻ നിമിത്തമായി. യാത്രക്കാർക്ക് ആവശ്യം തോന്നാതെ മാർക്കറ്റിൽ അടിമച്ചന്തയിൽ പോയി വിൽപ്പന നടത്തിയത് ഏറെ ഉപകാരമായി. വാങ്ങിയതൊരു സാധാരണക്കാരനല്ലാതെ രാജ്യത്തിന്റെ ഭരണാധികാരിയായത് കൊട്ടാരത്തിലെത്താനും കാരണമായി. കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ മറ്റു സ്ത്രീകളൊന്നുമല്ലാത്ത കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാറാണിയായി വിലസുന്ന സ്ത്രീ തന്നെ തന്നെ ദ്രോഹിക്കാൻ വന്നതും ജയിലിന്റെ അകത്തേക്ക് പോകാൻ നിമിത്തമായി. ജയിലിൽ താമസിച്ചത്, ജയിലറയിലുള്ള സഹപാഠികൾ സ്വപ്നം കണ്ടത്, വ്യാഖ്യാനം ചോദിച്ചത്, അവര് പുറത്തേക്ക് പോയി തിരികെ വന്ന് വീണ്ടും രാജാവിന്റെ സ്വപ്നത്തിന് വിശദീകരണം ചോദിക്കാനും നിമിത്തമായി. ആ വ്യാഖ്യാനം രാജഭരണത്തിന്റെ ദർബാറിലേക്ക് ഭക്ഷ്യധാന്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനവകുപ്പിന്റെ മന്ത്രിയായിട്ട് നിയമിതനാകുന്നിടത്തോളം കാര്യങ്ങൾ എത്തി. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്റെ അടുക്കലേക്ക് ഭക്ഷണത്തിന് വേണ്ടി വന്നതും എന്റെ സഹോദരനെ കാണാൻ എനിക്ക് നിമിത്തമായി. ആ സഹോദരനെ കണ്ടപ്പോൾ പാനപാത്രം അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ വെക്കാൻ എനിക്ക് എന്റെ റബ്ബ് തോന്നിച്ചതും അവനെ ഇവിടെ പിടിച്ചു വെക്കാൻ എനിക്ക് നിമിത്തമായി. അവനെ ഇവിടെ പിടിച്ചു വെച്ചപ്പോൾ നിങ്ങൾ വീണ്ടും കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ബാപ്പയുടെ പ്രത്യേകമായ വിവരങ്ങൾ വന്നു പറഞ്ഞപ്പോൾ നിങ്ങളെ കൂടി എന്റെ മുമ്പിലേക്ക് മുഴുവനായി എത്തിച്ച് എന്റേതായ പ്രത്യേകമായ രൂപത്തിലുള്ള ആ കാര്യം എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനും എല്ലാം നിമിത്തമായി അള്ളാഹു ഞങ്ങളോട് ചെയ്ത കാരുണ്യമാണിതൊക്കെ. ഖദ് മന്നല്ലാഹു അലൈനാ, ഖദ് മന്നല്ലാഹു അലൈനാ, അള്ളാഹു ഞങ്ങളോട് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്നിട്ടൊരു തത്വം പറയാണ്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. നിശ്ചയമായും ആര് അല്ലാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുന്നുവോ, വയസ്ബിർ അല്ലാഹുവിന്റെ തീരുമാനങ്ങളും ഖളാ ഖദറിലും ആര് സഹിക്കുകയും ചെയ്യുന്നുവോ, ഫഇന്നല്ലാഹ എങ്കിൽ അല്ലാഹു ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്നവർക്ക് ഒരിക്കലും അല്ലാഹു പ്രതിഫലം പാഴാക്കൂല. ഇത്രകാലം സൂക്ഷിച്ച് ജീവിച്ചതിന്റെ, ഇത്രകാലം സഹിച്ചതിന്റെ, ക്ഷമിച്ചതിന്റെ പ്രതിഫലമാണ് റബ്ബി തന്നിരിക്കുന്നത്. ലോകത്തോട് മുഴുവനുമുള്ള പാഠം പറയാണ്, തഖ്വയിൽ ജീവിച്ചാൽ, സഹനത്തിൽ ജീവിച്ചാൽ അല്ലാഹു കൈവടിയൂല. കുറച്ചു കാലമൊക്കെ പ്രയാസപ്പെട്ടാലും, ഒരുപാട് കാലം പ്രയാസപ്പെട്ടാലും അവസാനം ഒരു വിജയം ഉണ്ടാകും, അവസാനം ഒരു സമാധാനം ഉണ്ടാകും. പടച്ച റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിച്ചവരെയും അവന്റെ പേരിൽ സഹിച്ചവരെയും പ്രതിഫലം പാഴാക്കൂല, അവർക്ക് നന്നായിട്ട് വിജയം കൊടുക്കും എന്നുകൂടി മഹാനവറുകൾ ചേർത്ത് പറയാം. ഇവർക്ക് കുറ്റം ബോധ്യമായി, ഇവർക്ക് അവരുടേതായ ചെയ്തികൾ പരിപൂർണമായും പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ഖാലൂ തല്ലാഹി ലഖദ് ആസറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. അവർ പറയാൻ തുടങ്ങി, തല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് ആസറകല്ലാഹു അലൈനാ, അല്ലാഹു താങ്കളെ ഞങ്ങളെക്കാൾ എന്തുകൊണ്ടും തെരഞ്ഞെടുത്തു. ബാപ്പയുടെ 12 മക്കളിൽ ഞങ്ങൾക്കാർക്കുമില്ലാത്ത ഫضലുകളും ശ്രേഷ്ഠതകളും പ്രത്യേകതകളും ഒക്കെ താങ്കൾക്ക് നൽകിക്കൊണ്ട് അല്ലാഹു താങ്കളെ ഞങ്ങളെക്കാൾ തെരഞ്ഞെടുത്തു. വഇൻ കുന്നാ ലഖാതിഈൻ, ഞങ്ങൾ തെറ്റുകാര് തന്നെയാണ്, ഞങ്ങൾ അബദ്ധം ചെയ്തവർ തന്നെയാണ്, നിശ്ചയമായും ഞങ്ങൾ തെറ്റുകാര് തന്നെയാണ്. എന്ത് ശിക്ഷയും ഞങ്ങളുടെ മേൽ അങ്ങേക്കെടുക്കാം. ഖാല ലാ തസ്രീബ അലൈകുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ലാ തസ്രീബ അലൈകുമുൽ യൗം, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് ഒരു കുറ്റത്തിനുള്ള പ്രതികാരവും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
ഞാൻ നിങ്ങളോട് ഒരു ശിക്ഷാ നടപടിയും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ഏതെങ്കിലും നിലക്ക് നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ പരിഭവിക്കാനോ ആ രൂപത്തിൽ നിങ്ങളോട് പെരുമാറാനോ ഇന്നത്തെ ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ ആ റബ്ബ്. എന്തുമാത്രം ഒരു ക്ഷമയാണത്! എന്താണ് അതിന്റെ ഒരു മാനസികമായ കരുത്ത്! കുറച്ചു നേരം, കുറച്ചു കാലം ജ്യേഷ്ഠനോ അനുജനോ എന്തെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ട് പിന്നെ അവനെ കൈ കിട്ടിയാൽ എന്തൊക്കെയാ നമ്മൾ ചെയ്യാ? തന്നെ ദ്രോഹിച്ചവരെ വെറുതെ വിടുവോ? തന്നെ പ്രയാസപ്പെടുത്തിയവരെ വെറുതെ വിടുവോ? കൊല്ലങ്ങളോളമായി പീഡനങ്ങൾ തുടർന്നു, കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി, എല്ലാ അർത്ഥത്തിലും ചെയ്തു. അവസാനം പക തീരാഞ്ഞിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും പക മനസ്സെന്ന് പോകാതെ ഇവൻ കള്ളനാനും പറഞ്ഞു. അതൊക്കെ ചെയ്ത സഹോദരങ്ങളാണ് ഈ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവരൊക്കെ കുറ്റം ഏറ്റെടുത്തു, ബോധ്യമായി അവർക്ക്. അപ്പോഴും മഹാനായ പ്രവാചകൻ പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഞാൻ നിങ്ങളോടൊരു പ്രതികാരവും എടുക്കുന്നില്ല, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. എന്തൊരു ശുദ്ധമായ മനസ്സ്, എന്തൊരു വിശാലമായ ഖൽബ്! അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം, അതങ്ങൾക്ക് പുറത്തു തരട്ടെ. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിലും അവിടുന്ന് ഈ സംഭവം അനുസ്മരിച്ചിട്ടുണ്ടല്ലോ. മക്കം ഫത്ഹ് നടന്ന് മക്ക രാജ്യത്തിന്റെ ഭരണ ചെങ്കോൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കരങ്ങളിൽ വന്നപ്പോൾ തന്നെ ആട്ടിപ്പുറത്താക്കിയ ഖുറൈശികളായ ആളുകളിൽ പലരും അവിടെയുണ്ട്. പിറന്ന നാടിൽ നിന്ന് തന്നെ ആട്ടിപ്പായിച്ച തന്റെ അരിമ ശിഷ്യന്മാരെ പീഡിപ്പിച്ച ധാരാളക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്. മക്ക ജയിച്ചടക്കി അവരോട് എന്തും പ്രതികാരം ചെയ്യാൻ കഴിവുള്ള നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, മാ തറൗന അന്നി ഫായിലുൻ ബിക്കും, ഞാൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെന്നെ അത്രയും ദ്രോഹിച്ചവരല്ലേ, അത്രയും നിങ്ങൾ എന്നെ പീഡിപ്പിച്ചവരല്ലേ, പ്രയാസപ്പെടുത്തിയവരല്ലേ. ഇപ്പൊ എന്റെ കയ്യിലാണ് അധികാരം, ഞാൻ നിങ്ങളെ ഇപ്പോൾ എന്തു ചെയ്യുമെന്നാ നിങ്ങളുടെ വിചാരം? അവര് പറഞ്ഞു, ഖാലൂ ഖൈറാ, നല്ലതേ ഞങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം അഖുൻ കരീം വബ്നു അഖിൻ കരീം, മാന്യനായ സഹോദരൻ, മാന്യ സഹോദരന്റെ പുത്രൻ. എല്ലാ അർത്ഥത്തിലും താങ്കളുടെയും കുടുംബത്തിന്റെ ഒക്കെ പാരമ്പര്യം മാന്യതയാണ്, ഉദാരതയാണ്. അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, فإني أقول لكم كما قال يوسف لإخوته, ഞാനിതാ നിങ്ങളോട് ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്, പ്രഖ്യാപിക്കുന്നു. യൂസുഫ് തന്റെ സഹോദരങ്ങളോട് പ്രഖ്യാപിച്ചതുപോലെ, ലാ തസ്രീബ അലൈക്കും, നിങ്ങളുടെ മേൽ നിയമ നടപടികളൊന്നും എടുക്കാൻ ഞാൻ ആളല്ല, ഞാനത് ചെയ്യുന്നില്ല. ഇദ്ഹബൂ, പൊയ്ക്കോ എല്ലാവരും, ഫഅൻതുമുത് തുലഖാ, നിങ്ങളൊക്കെയും മോചിതരാണ്, എനിക്കൊന്നും നിങ്ങളോട് ചെയ്യുന്നില്ല, പൊയ്ക്കോളിന്നെല്ലാരും, ഞാനൊന്നും ചെയ്യുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി ആ സമൂഹത്തിന് പുറത്തു കൊടുക്കുകയാണ്. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞ വാചകമാണ് നമ്മൾ ഈ കേട്ടത്. അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നു, കമാ ഖാല യൂസുഫ് ലിഇഖ്വതിഹി, യൂസുഫ് തന്റെ സഹോദരങ്ങളെ പറഞ്ഞത് വാക്ക്, ലാ തസ്രീബ അലൈക്കും, നിങ്ങളുടെ മേൽ കുറ്റ നടപടികളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇദ്ഹബൂ, പൊയ്ക്കോളൂ, ഫഅൻതുമുത് തുലഖാ, നിങ്ങളൊക്കെ മോചിതരാണ്, നിങ്ങളൊക്കെ മോചിതരാണ് എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരുണ്യത്തിന് ലോകത്ത് ഏറ്റവും വലിയ മാതൃകയായി എണ്ണപ്പെടുന്ന ഈ വാചകം പോലും ഇസ്ലാം വിരുദ്ധ ശക്തികൾ വളച്ചൊടിച്ചു. ഇസ്ലാം വിരുദ്ധ ശക്തികൾ വളച്ചൊടിച്ചു. തുലഖാ എന്ന പദത്തിന് നിരുപാധികം വിട്ടയക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം. പക്ഷേ അറബി ഭാഷയിൽ ഡിക്ഷണറി എഴുതിയ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ അറബി ഭാഷയിൽ ഒരു ഡിക്ഷണറി എഴുതിയപ്പോ തുലഖാ എന്നുള്ളതിന് അദ്ദേഹം കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? നിർബന്ധിതരായി ഇസ്ലാമിൽ ചേർക്കപ്പെട്ട നിലക്ക് മോചിപ്പിക്കപ്പെട്ടവൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കാരുണ്യത്തെ മറച്ചു വെക്കാൻ. അപ്പൊ എന്തായി അർത്ഥം? നിങ്ങളൊക്കെ പൊയ്ക്കോ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് ഇപ്പൊ കയറണം, അല്ലെങ്കിൽ വിടൂല. ആ രൂപത്തിലുള്ള അർത്ഥം ആ ഒരു പദത്തിന് നൽകിക്കൊണ്ട് പോലും ഡിക്ഷണറികളിൽ വരെ വിഷം കുത്തിവെച്ച് ഇസ്ലാമിന്റെ പ്രവാചകന്റെ കാരുണ്യത്തെ മൂടിവെക്കാൻ ഏത് കാലഘട്ടത്തിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഏതായാലും സഹോദരങ്ങളെ, മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ നിമിത്തമായി മാറുകയാണ് ഉണ്ടായത്. അള്ളാഹു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, താൽക്കാലികമായി നമുക്കതുകൊണ്ട് വിഷമം തോന്നിയേക്കാം, പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു വിജയത്തിലേക്കായിരിക്കും അള്ളാഹു ആ പ്രയാസങ്ങളെയെല്ലാം കാരണമാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ഏത് പ്രയാസം വന്നാലും വിഷമം വന്നാലും വിജയമുണ്ടാകും, തുറസ്സുണ്ടാകും എന്ന ആശ മുറിയാതെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ശുഭപ്രതീക്ഷ കൈവിടരുത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ പാതകൾ മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സർവ്വമേഖലകളെയും ക്രമീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിലും ഈ ക്ലാസിന്റെ വേദിയിലും ഒക്കെ മുടങ്ങാതെ വന്നിരുന്ന ഒരു സഹോദരൻ അല്പം പ്രയാസകരമായ ഒരവസ്ഥയിൽ ഒരു ഓപ്പറേഷൻ നേരിട്ടുകൊണ്ട് ആസ്പത്രിയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായും ശിഫയാക്കണമേ നാഥ. അദ്ദേഹത്തിനും ഞങ്ങൾക്കും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ തരാതെ നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. എല്ലാ വിധത്തിലുള്ള വേദനകളിൽ നിന്നും അദ്ദേഹത്തിന് മോചനം നൽകണേ നാഥ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.